അടുത്തത് ചേച്ചി വരലക്ഷ്മി, ജഡ്ജസ്. വരലക്ഷ്മി തീർച്ചയായിട്ടും നല്ല വോയിസ് ഉള്ള, പാടാൻ കാലിബർ ഉള്ള ഒരു സിംഗറാണ്. ഒറ്റ കാര്യം എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി എന്നുള്ളൊരു ഫാക്ടറിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് അതിനെന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ സ്റ്റേജിലാണെങ്കിലും പുറത്തെ സ്റ്റേജിലാണെങ്കിലും യു ഹാവ് ബ്രൈറ്റ് ഫ്യൂച്ചർ, അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ഒരു അവസരത്തിൽ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ആസ്ക് ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. വരലക്ഷ്മി ഇൻ ആണോ ഔട്ടാണോ? വരലക്ഷ്മിക്ക് എന്ത് തോന്നുന്നു? എനിക്കൊട്ടും സുഖമില്ലായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ അതിൽ നിന്ന് നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നു ആ കണ്ടീഷനിൽ. യെസ്, ഡെഫിനറ്റ്ലി. ആക്ച്വലി മോളുടെ സിംഗിങ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. യു ആർ ഷോയിങ് ഇമ്പ്രൂവ്മെൻറ്റ്. ബട്ട് മറ്റുള്ളവരുടെ കമ്പാരിസണിൽ എവിടെ പ്ലേസ് ചെയ്യണം, അതാണ് ഒരു കോമ്പറ്റീഷനിലുള്ള ഒരു ഡിഫിക്കൽട്ടി. അത് നോക്കുമ്പോഴാണ് മോളുടെ മാർക്ക് കുറഞ്ഞേക്കണം. അപ്പോൾ യു വോണ്ട് ടു സേ ദ റിസൾട്ട്? വരലക്ഷ്മി അടുത്ത സ്റ്റേജിലേക്ക് വരലക്ഷ്മി നമ്മളുടെ കൂടെ ഇല്ല. ബട്ട് there is definitely a bright future ahead you. താങ്ക് യു. ഞാൻ തുടക്കമാണ്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. ഇത്രയും പാട്ടുകൾ ഇവിടെ പാടാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. പിന്നെ ഞാൻ ഒത്തിരി ആരാധിക്കുന്ന 3 പേരാണ് ഇവർ. പിന്നെ എനിക്ക് ഗ്രൂമിങ് ഭയങ്കര ആഗ്രഹമായിരുന്നു നേരത്തെ. ഈ റിയാലിറ്റി ഷോ ഗ്രൂമിങ് ഭയങ്കര എഫക്റ്റീവാണ്. സോ അത് എനിക്ക് കിട്ടി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ നാട്ടുകാർ, പിന്നെ എൻ്റെ ഫാമിലി, എല്ലാവർക്കും താങ്ക് യു. പിന്നെ താങ്ക് യു so much, Mala. Yeah, here's wishing you the very best. Varalakshmi, everybody.